ഹലോ, വെൽക്കം ടു റേയാസ് കിച്ചൻ. ഞാനിന്നിവിടെ ഒരു ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫിഷ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മീനാണ്. പള്ളത്തി എന്ന് പറയുന്ന ഒരു ആറ്റുമീനാണ്. ഈ പള്ളത്തി വറുത്ത് കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഈ വറുത്ത പള്ളത്തി കൂട്ടി ഒരുപാട് ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ഇത് പറ്റിച്ചും വെക്കാറുണ്ട്. നമ്മൾ മീനിൻ്റെ പീരയൊക്കെ ഇട്ട് പറ്റിച്ചും വെക്കാറുണ്ട്. പക്ഷേ ഈ പള്ളത്തി വറക്കുന്നതിൻ്റെ അത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട് വറക്കുവാണെങ്കിൽ അപാര ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി, ഈ ഒരു ഫ്രൈ മതി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാനായിട്ട്. അതായത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ റെസിപ്പിയിലൂടെ ഇന്ന് നിങ്ങളെ അത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് റേയാസ് കിച്ചൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാ കമൻസും അയക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ദേ പള്ളത്തി ഞാനിവിടെ വെട്ടി കഴുകി നല്ല വൃത്തിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പള്ളത്തി വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി. ഓക്കെ, അതപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരിയും പിന്നെ നമ്മുടെ എരിവുള്ള മുളകും കൂടെ മിക്സുള്ളതാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മസാലപ്പൊടി, പിന്നെ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഒരു 1/2 സ്പൂൺ, ഒരല്പം വിനാഗിരി നമുക്ക് ഒഴിക്കാവേ. അത് ഓപ്ഷണലാണ്. വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മളുടെ ഗ്രിൽഡൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. നമുക്ക് 1 സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ക്രീമി ആ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയാണ്. ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം എന്നാലും കുറച്ചും കൂടെ ഒഴിക്കണം. ഒരു സ്പൂണും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളവേ. ഓക്കെ, അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 3 രീതിയിലാണ് ചെയ്യുന്ന, 3 രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഒരു മുട്ട ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പതപ്പിച്ച് വെക്കുക, കൈ കൊണ്ടൊന്ന് അടിച്ചെടുക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ഇതുപോലെ ഏതെങ്കിലും ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ജസ്റ്റ് ഒന്ന്, അത് അധികം ഒന്നും പതിഞ്ഞോ ഒന്നും വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ വെക്കാം. നമ്മളുടെ മസാലക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റവയാണ്, നമ്മളുടെ ഗോതമ്പ് റവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്, നമ്മുടെ പള്ളത്തി. നമുക്ക് പള്ളത്തിയിൽ ഓരോന്നിലായിട്ട് ഈ മസാലക്കൂട്ട് പുരട്ടി കൊടുക്കാം. ഓരോന്നായിട്ട് എടുക്കണേ, ഒരുമിച്ചിടണ്ട. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും കൂടെ മസാല കയറ്റുന്ന രീതിയിലാണ്. എന്നിട്ട് ഈ മുട്ടയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ പുരട്ടിയിട്ട് റവയിലും കൂടെ ഒന്ന് പുരട്ടി മാറ്റി വെക്കാം നമുക്ക്. ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഇത് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ മസാല നമ്മുടെ ഉള്ളിലൊക്കെ ചെല്ലുന്ന രീതിയിൽ ഡയറക്റ്റ് മസാലയിൽ പുരട്ടിയിട്ട് മുട്ടയിൽ പിന്നെ നമ്മളുടെ റവയിലുമായിട്ട് പുരട്ടിയെടുക്കാം നമുക്ക്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ആ പകുതി പള്ളത്തിയും ഞാനിപ്പോൾ ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്ന പ്രോസസ്സിങ്ങിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുഴിവുള്ള ഏതെങ്കിലും ഒരു ചീനച്ചട്ടിയോ ചെറിയ ഏതെങ്കിലും പാത്രം എടുക്കുകയാണെങ്കിൽ എണ്ണ നമുക്ക് ലാഭിക്കാം, അധികം നമുക്ക് ഓയിൽ അന്നേരം ചിലവാകത്തില്ല. ഇതിപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 1
കുറച്ച് മതി, പള്ളത്തേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മതി, അധികം ഒന്നും എണ്ണ പിടിക്കത്തില്ല, ഈ പാത്രമാണേലും ഈ പള്ളത്തിയാണെങ്കിലും. ഇനി നമുക്ക് ഓരോന്നായിട്ട് പയ്യെ ഈ സ്പൂണിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മസാലക്കൂട്ട് നമ്മളിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിടുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മസാലക്കൂട്ട് അതിൽ നിന്ന് അടന്നു പോകും. അതുകൊണ്ടാണ് ഈ സ്പൂണിൽ ഞാനിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മറിച്ചിടാൻ പറ്റുന്ന ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവുമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് രണ്ടെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ക്രിസ്പിനെസ് ആ ഒരു രീതി ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ, ഇപ്പോൾ ക്രിസ്പി ആകണ്ട, എന്നാൽ പുറമേ ക്രിസ്പി വേണം, അകം നമുക്ക് അധികം വേകണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേകണം, പക്ഷെ എന്നാൽ അധികം ക്രിസ്പി ആകണ്ട, ആ ഒരു രീതിയിൽ വേണ്ടവർക്കാണ് നമുക്ക് ഈ ഒരു രീതി ചെയ്യാം വെച്ചാൽ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകം വെന്ത് കിട്ടും, എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കണ്ടില്ലേ, പെട്ടെന്ന് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് റെഡിയായത് നമുക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. കാര്യം നമ്മൾ പുറമേ റവയൊക്കെ പുരട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇല്ലെങ്കിൽ ആ റവ കയറി പെട്ടെന്ന് അങ്ങ് കരിയും. അപ്പം അതുകൊണ്ട് റെഡിയായത് പെട്ടെന്ന് അങ്ങ് മാറ്റിയേക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആ ചെയ്തിരിക്കുന്ന മസാല കൂട്ടിൻ്റെ അകത്തോട്ടിട്ട് ഈ പള്ളത്തി എല്ലാം കൂടി ഇട്ട് പുരട്ടിയിട്ട് ഇതുപോലെ റവയ്ക്കകത്തിട്ട് ഒന്ന് പുരട്ടിയെടുത്ത് അങ്ങനെ വേണേലും മാറ്റാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ രീതിയാണ്. ഇത് നമ്മുടെ ഈ മസാല കൂട്ടിൻ്റെ അകത്ത് ഈ പള്ളത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് നേരിട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണ് ആദ്യം. കാര്യം ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആദ്യം പള്ളത്തി ഒന്ന് മസാലയിലൊന്ന് പുരട്ടിയിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതുപോലെ തന്നെ ഈ മുട്ടയും ഇതെല്ലാം കൂടെ അടിച്ച് വെച്ചിട്ട് അതിൽ ഇട്ട് പുരട്ടിയിട്ട് വീണ്ടും റവയ്ക്കകത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ, അപ്പോൾ ഒന്നും അധികം നേരം നമുക്ക് ഫ്രൈ ആക്കാൻ വെക്കണമെന്നില്ല. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വെക്കുകയാണ്. അപ്പം 3-4 ആയിട്ടില്ല, മൊത്തത്തിൽ ഒരുമിച്ചങ്ങ് ഫ്രൈ ചെയ്യുകയാണ്. കാര്യം നമ്മൾ അതിൽ പൊതിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടി മാത്രം. അകവശം ക്രിസ്പി ആക്കി കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ആ മസാലയ്ക്ക് അതൊട്ട് ഞാൻ ആ മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. വേണ്ട, ക്രിസ്പി ആയത് ഞാനങ്ങ് മാറ്റുക. ഇതിപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഈ നുര പതഞ്ഞ് വരുന്നത് ആണെന്ന് തോന്നുന്നല്ലേ. എന്തായാലും എല്ലാം മാറ്റി വെക്കാം നമുക്ക്. ഈ മസാലയ്ക്കകത്തോട്ട് തന്നെ ഞാൻ നേരിട്ടങ്ങ് ഇടുവാണ് ചൂടോടെ. ഇനി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ബാക്കി ആ റവ ഇരുന്നത് അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഇത് പുരട്ടിയിട്ട് നേരിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാം കൂടെ ചേർത്തിട്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നേരം വെക്കണ്ട, പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ. കണ്ടോ, ഇതിൽ ഏറ്റവും ടേസ്റ്റ് തോന്നിയത് എനിക്കിപ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ രീതിയാണ്. അകവും അന്നേരം ക്രിസ്പി ആയിട്ടിരിക്കും, പുറവും ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യത്തെ ചിലപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ എല്ലാവർക്കും ആ രീതിയിൽ നമുക്ക് ആ ക്രിസ്പിനെസ് അകത്തും പുറത്തും വേണ്ടാത്തുള്ള മീൻസ് അത് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആദ്യം കാണിച്ച രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കിന് അകത്ത് ഒരുപാട് ക്രിസ്പി ആകത്തില്ല, പുറത്ത് ക്രിസ്പി ആവും. ഇതിപ്പോൾ രണ്ട് സൈഡും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ആ വെച്ചിരിക്കുന്ന ആ എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് വറുത്തിടാം. ഇനി അതിൻ്റെ നടുവിലേക്ക് നമുക്കിതുപോലെ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറി അതും കൂടെ ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി അല്ലേ. അപ്പം പുതിയ അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ എത്തും.
അതുവരെ റയാസ് കിച്ചൻ്റെ വക എല്ലാവർക്കും ബൈ.